ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മരണമാസ് എന്ന സൂപ്പർ കോമഡി മൂവിയുടെ കഥയിലേക്ക് കിടക്കാം. കഥയുടെ സ്റ്റോറി എന്നാൽ ഒരാൾ പ്രായമായ ആൾക്കാരെ കൊന്ന് അയാളുടെ വായിൽ പഴം കുത്തിവെക്കും. ഇത് ചെയ്യുന്നത് ഹീറോയാണെന്നാണ് പോലീസുകാർ സംശയിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വില്ലൻ ആരാന്ന് ഹീറോ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സൂപ്പർ മൂവിയാണ്. നമുക്ക് കഥയിലേക്ക് കിടന്നാലോ? കഥയുടെ തുടക്കം സൈക്കോയാണെങ്കിൽ 3 പ്രായമുള്ളവരെ കൊന്നതായിട്ട് വാർത്തയിൽ കാണിക്കുന്നു. ഈ സീരിയൽ കില്ലർ കൊല്ലുന്നവർക്കെല്ലാം 70 വയസ്സ് കഴിഞ്ഞവരായിരിക്കും. അവർക്കെല്ലാം പെൻഷനായി ഇൻഷുറൻസ് കിട്ടുന്ന ആൾക്കാരെയാണ് ഇവൻ കൊല്ലുന്നതും. പ്രായമുള്ള ആൾക്കാരെല്ലാം സൂക്ഷിക്കണമെന്നെല്ലാം വാർത്തയ്ക്കകത്ത് കൊടുക്കുന്നു. ഒരു ദിവസം സീരിയൽ കില്ലറിന്റെ അടുത്തേക്ക് ഒരു പ്രായമായ വ്യക്തി വരുന്നു. അയാളെ കടത്തിക്കൊണ്ട് പോകുകയാണ് ഈ കില്ലർ. അയാളെ കൊന്നതിന് ശേഷം വായിൽ പഴം കുത്തിക്കയറ്റി വെക്കുന്നു. ഇതാണ് അയാളുടെ കില്ലിംഗ് സ്റ്റൈൽ. ഇതോടെ പടത്തിന്റെ പേര് എഴുതി കാണിക്കുന്നു. ഈ കില്ലറിനെ പിടിക്കുവാനായി പോലീസുകാർ ഇറങ്ങുന്നു. അവിടേക്ക് വരുന്ന ഈ SI മറ്റൊരു കേസും കൂടെ അന്വേഷിക്കുന്നുണ്ട്. പക്രു എന്ന് പറഞ്ഞ ഒരു പട്ടിക്കുട്ടിയെ കാണാതായി പോയിരിക്കുന്നു. ആ പട്ടിക്കുട്ടിയെയും ഈ കില്ലറെയും കണ്ടുപിടിക്കാനാണ് SI ഇറങ്ങിയിരിക്കുന്നത്. പോലീസുകാർ പറയാണ് അവിടെ ഒരു വീട്ടിൽ തന്നെ ആ കില്ലർ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് യഥാർത്ഥ കില്ലർ അവിടെ ആ സ്റ്റാൻഡിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഞാനല്ലേ അവരെയൊക്കെ കൊന്നത്, എന്നിട്ട് ഈ പോലീസുകാർ വേറെ ആരും അന്വേഷിക്കാൻ പോവുകയാണല്ലോ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. ആ വീട്ടിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹീറോയാണ് യഥാർത്ഥത്തിൽ വില്ലൻ എന്ന് വിചാരിച്ച് ആ പോലീസുകാർ അവനെ കൊണ്ടുപോവുകയാണ്. ഇവന്റെ പേര് ലൂക്ക്. അവിടെയുള്ള നാട്ടുകാരെല്ലാം ഇവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഇവൻ അങ്ങനെയുള്ള ആളല്ല, ഇവൻ വേറെ ലെവൽ ആളാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം തന്നെ പോലീസുകാരെല്ലാം ഞെട്ടിപ്പോവുകയാണ്. ഇവൻ അതിന് മാത്രം വലിയ ആളാണോ? പോലീസുകാരനോട് പറയാണ്, നിങ്ങൾക്ക് ഇവനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാണ്. ഇവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം കല്യാണം കഴിക്കണമെങ്കിലോ എന്തിന് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിലോ ഇവൻ ഇവിടെ വേണം, എന്നാൽ മാത്രമേ പറ്റൂ. അഥവാ ഇവനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കും കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. അതിനു മാത്രം അവൻ എന്ത് വലിയ കാര്യമാണ് ചെയ്യുന്നത്? ഈ പോലീസ് സ്റ്റേഷൻ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്താൽ അതിൽ ഗിഫ്റ്റായിട്ട് തോക്കുമുണ്ടെന്ന് പറഞ്ഞ് അവൻ ഓയിലസിൽ വിൽക്കും. ഇതുപോലെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ റീൽസ് ആക്കി ഇടുകയും ഇവിടുത്തെ ആൾക്കാരെ ഫേമസ് ആക്കി കുറേ കാര്യങ്ങൾ ഇവൻ തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവനെ കില്ലിങ് ചെയ്യാൻ പറ്റത്തില്ല, ആരെയും അവന് കൊല്ലാനായി കഴിയത്തില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതി ഒരിക്കലും ഇവനല്ല, ഇവനെ വെറുതെ വിടുമെന്നൊക്കെ ആൾക്കാർ പറയുകയാണ്. ഗ്രാമത്തിലെ വലിയ ആൾക്കാരും ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് തന്നെ പോലീസുകാർ അവനെ വെറുതെ വിടുകയാണ്. ഇവൻ വെറും ഡെമ്മിയാണെന്ന് പറഞ്ഞിട്ട്. ഹീറോ വെളി വരുമ്പോൾ നാട്ടുകാർക്കൊക്കെ ഒരുപാട് സന്തോഷമാകുകയാണ്. ഇവിടെ ആ കില്ലർ ആണെങ്കിൽ പിള്ളേർക്കെല്ലാം പ്രേതകഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവനൊരു ടീച്ചറാണ്. അതുപോലെ തന്നെ ചില സമയത്ത് ഇവന് സൈക്കോയായി മാറുകയും ചെയ്യും. അടുത്ത സീൻ കാണിക്കുന്നത് ഒരു ഡ്രൈവറിനെയാണ്. അദ്ദേഹത്തിന് 40 വയസ്സ്. ഇപ്പോഴാണ് ഇദ്ദേഹത്തിന് കല്യാണം. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ്. ഹീറോയാണെങ്കിൽ ബോക്സിംഗ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. അവിടെയാണ് ഹീറോയിനി ഉള്ളത്. അവളെ കാണുവാനാണ് പോകുന്നത്. ഇവർ തമ്മിൽ സ്നേഹത്തിലായിരുന്നു. എന്നാൽ കുറേ നാളുകളായിട്ട് അവളാണെങ്കിൽ മെസ്സേജ് അയക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ലായിരുന്നു. അവൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നീ എനിക്ക് മെസ്സേജ് അയക്കാത്തത്? അവൾ പറയുകയാണ്, നിന്റെ സ്വഭാവം മാറിപ്പോയി, നേരത്തെ പോലെയല്ല, നീ വല്ലാത്ത സ്വഭാവമാണ്, നിനക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടും, നീ വല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാർക്ക് പോലും നിന്നോടിപ്പോൾ ഇഷ്ടമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. നീ ചെയ്യുന്ന ഓരോ തെറ്റുകൾ കാരണം നിന്റെ നാട്ടുകാർ നാട് കടത്താനാണ് ഇപ്പോൾ നോക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സീരിയൽ കില്ലറും ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെയാണ് നിന്റെ സ്വഭാവം. എനിക്ക് നിന്നുമായിട്ട് ചേരുവാനായി പറ്റില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും നിന്റെ വിചാരം നീ വലിയ ആളാണെന്നാണ്. ഹീറോ അവളെ ബ്രേക്കപ്പ് ചെയ്യുവാണ്. അവനാണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട്. അവൻ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. അടുത്ത സീനിൽ ഒരു വയസ്സായ ആളെ കാണിക്കുന്നു. ഇദ്ദേഹത്തെ നോക്കുവാനായി മോന് പറ്റുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം മോശമായിട്ടാണ് അവർക്കിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കുവാനായി തീരുമാനിക്കുന്നു. എന്നാലോ ഈ പ്രായമുള്ള ഇയാൾക്ക് ഇവിടെ താമസിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അടുത്ത സീനി ഹീറോയിനിയെ കാണിക്കുന്നു. അവളുടെ ബർത്ത്ഡേ ആണ്. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവൾക്ക് കേക്ക് കൊടുക്കുന്നു. അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അതെന്താന്ന് നോക്കിയപ്പോഴോ പെപ്പർ സ്പ്രേ. ആരെങ്കിലും നിന്നെ മോശമായി പെരുമാറാൻ വന്നാൽ ഇത് അവന്റെ മുഖത്തേക്ക് അടിക്കണമെന്ന് അവർ പറയുന്നു. ഹീറോയിനിക്ക് ആ സ്പ്രേ ഒന്ന് ഉപയോഗിച്ച് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ അനാഥാലയം ഇപ്പോൾ കാണിക്കുന്നു. അവിടെ ആ പുള്ളിക്കാരൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുവാനായി നോക്കുന്നു. അങ്ങനെ ആ അപ്പച്ചൻ അവിടുന്ന് രക്ഷപ്പെട്ട് ബാറിലേക്ക് പോവുകയാണ്. അവരുടെ കൂടെ ഒരു പട്ടിയുമുണ്ട്. അതാണ് നമ്മുടെ കഥയിൽ ആദ്യം കാണിച്ച പക്രു, കാണാതായ പക്രു പട്ടി. പോലീസുകാരെല്ലാവരും ആ പട്ടിക്കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലോ ആ പട്ടിയുടെ കൂടെ ആ അപ്പച്ചൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് അവിടെ യഥാർത്ഥ കില്ലർ അവിടെ വരുന്നത്. കില്ലർ അടുത്തതായി കൊല്ലുവാൻ പ്ലാൻ ചെയ്യുന്നത് ഈ അപ്പച്ചനെയായിരുന്നു. ഈ അപ്പച്ചൻ
എന്നിട്ട് നേരെ ഒരു ബസ്സിലോട്ട് കയറുകയാണ്. കില്ലറും അങ്ങോട്ടേക്ക് കയറുന്നു. ആ ബസ്സിൽ ഹീറോയിനിയും ഉണ്ടായിരുന്നു. എന്നാലോ ആ ബനാന കില്ലറും ആ അപ്പച്ചനും ആ ബസ്സിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ അപ്പച്ചനാണെങ്കിലോ ഹീറോയിനിയെ കയറി പിടിക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് ആ സ്പ്രേ ഉപയോഗിക്കാറായെന്ന് മനസ്സിലാക്കി. അവളാണെങ്കിൽ അപ്പച്ചൻ്റെ മുഖത്തോട്ട് അടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അപ്പച്ചന് ഭയങ്കര വേദനയെടുത്ത് അപ്പച്ചന് ബോധവും പോകുന്നു. ഇതെല്ലാം കണ്ട കണ്ടക്ടറിന് ഭയങ്കര സന്തോഷമാണ്. അവൾ ഇങ്ങനെ തന്നെ അയാളോട് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡ്രൈവർ വന്ന പെട്ടെന്ന് തന്നെ ആ അപ്പച്ചനെ നോക്കുമ്പോഴോ ആ പുള്ളി മരിച്ചു പോയെന്ന് മനസ്സിലാകുകയാണ്. ബനാന കില്ലറിന് ഭയങ്കര ദേഷ്യമായി. ഞാൻ അയാളെ കൊന്നിട്ട് അയാളുടെ വായിൽ പഴം കുത്തി വെക്കണമെന്ന് ആഗ്രഹിച്ചു. എന്നാലും ഇവളൊരു സ്പ്രേ കൊണ്ട് അയാളെ കൊന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമത്തിൽ നിൽക്കുകയാണ്. ഡ്രൈവർ പറയുവാണ്, നീ അയാളെ കൊന്നു. എൻ്റെ ബസ്സിൽ വെച്ച് തന്നെയല്ലേ നീ കൊന്നത്? എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാനുള്ളതാ. നീ കാരണം ഒരു കേസായെന്ന് പറയുകയാണ്. ഹീറോയിനി പെട്ടെന്ന് പേടിക്കുകയാണ്. കാരണം അവൾ സ്പ്രേ അടിച്ചുകൊണ്ടല്ലേ ആ അപ്പച്ചൻ മരിച്ചു പോയത്. ബനാന കില്ലർ പറയുകയാണ്, ഞാൻ ഇയാളെ അടക്കിക്കോളാം. നിങ്ങൾ എനിക്ക് 5 ലക്ഷം രൂപ തന്നാൽ മതി. ഞാൻ ഇയാളെ എടുത്തുകൊണ്ട് പൊക്കോളാം എന്ന് പറയുകയാണ്. എൻ്റെ തരാൻ അത്രയും പൈസ ഇല്ലെന്ന ആ കണ്ടക്ടർ പറയുകയാണ്. 6000 രൂപയുണ്ട്. അതും വെച്ച് നിങ്ങൾ എങ്ങനെയും ഇയാളെ കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ പറയാണ്, ശരി, ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വണ്ടി നിർത്തണമെന്ന് പറയുന്നു. അങ്ങനെ അവർ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് ഹീറോ വരികയും ഹീറോയിനോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് എന്നോട് പിണങ്ങിയത്? ഒരു കാര്യമില്ലാതെ നീ എന്നോട് പിണങ്ങുന്നത്? നിന്നെ ഞാൻ ഫോൺ വിളിച്ചു, മെസ്സേജ് അയച്ചു, എന്നിട്ടൊന്നും നീ എന്നെ ഫോൺ നോക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹീറോയാണെങ്കിൽ സങ്കടപ്പെടുകയും അവളുടെ മുന്നിൽ വെച്ച് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഹീറോയിനി കരയുകയായിരുന്നു. നീ എന്തിനാ കരയുന്നത്? കാര്യം പറയാ എന്ന് പറയുമ്പോൾ ഹീറോയിനി പറയാണ്, ഞാൻ എൻ്റെ സ്പ്രേ കാരണം അയാൾ ചത്തുപോയി എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ഹീറോ പറയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇനി എന്താ ചെയ്യേണ്ടതെന്നോ? നീ ഒന്നും ചെയ്യണ്ട. ഇവനാണെങ്കിൽ അത് മറവിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബനാന കില്ലറിനെ കാണുമ്പോൾ ഹീറോ ചോദിക്കുകയാണ്, ഇവൻ എന്തിനാണ് ഈ ബോഡി കൊണ്ടുപോകുന്നത്? ഇതിനെന്തോ ഒരു കാരണമുണ്ടല്ലോ. അപ്പോൾ പറയാണ്, ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഇവനെ ഈ ബോഡി നശിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൈസ കൊടുത്ത് കൊണ്ടുപോകുന്നു. രൂപയാണ് ഇയാൾക്ക് കൊടുത്തത്? 6000 രൂപ. 6000 രൂപയ്ക്ക് ഈ ബോഡി കൊണ്ടുപോകും. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അപ്പോൾ തന്നെ ഹീറോയ്ക്ക് സംശയമാകുകയാണ്. ഹീറോ ബനാന കില്ലറിനോട് പറയാണ്, നീയല്ലേ ഈ നാട്ടിലെ കില്ലർ? നീയല്ലേ ആ വാർത്തയ്ക്കകത്തൊക്കെ കാണിക്കുന്ന ആള്? പെട്ടെന്ന് തന്നെ ആ കില്ലർ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ഹീറോ പറയാണ്, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാണ്. ഡ്രൈവർ പറയുക, എൻ്റെ കല്യാണം ഉടനെ നടക്കാൻ പോവുക. എനിക്കിനി ഈ കേസിലൊന്നും പെടാൻ വയ്യ. എന്തായാലും ഞാനിത് പോലീസിൽ പോയി അറിയിക്കാൻ പോവും, അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നമാകും. അപ്പോൾ ഹീറോ പറയുകയാണ്, നീ പോലീസ് സ്റ്റേഷനെ അറിയിച്ചാൽ നിൻ്റെ കല്യാണം ഒരിക്കലും നടക്കില്ല. കാരണം ഒരാൾ മരിച്ചിട്ട് ഇത്രയും നേരമായിട്ട് പോലീസിൽ അറിയിക്കാത്തത് കൊണ്ട് തന്നെ പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഹീറോ പേടിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഈ ബോഡി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുക, അല്ലാതെ പോലീസിൽ പരാതി കൊടുത്താൽ അത് ശരിയാകില്ല എന്ന് പറയുന്നു. അപ്പം ബനാന കില്ലറും പറയുന്നു, അത് ശരിയാണ്, നമ്മൾ ഒന്നിച്ച് തന്നെ ഈ ബോഡി എങ്ങനെയും മാറ്റണം. അനാഥാലയത്തിൽ നിന്ന് ആ അപ്പച്ചനെ കാണാതെ പോയത് കൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്. പോലീസുകാർക്കെല്ലാം മനസ്സിലാകുകയാണ് ഈ ബനാന കില്ലറാണ് ആ അപ്പച്ചനെ കൊന്നതെന്ന് മനസ്സിലാകുകയാണ്. 70 വയസ്സ് കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാരെയാണല്ലോ ഈ കില്ലർ കൊല്ലുന്നത്. അടുത്ത സീനിന് ഹീറോയും ആ ഡ്രൈവറും അവരെല്ലാവരും കൂടി ഈ ബോഡി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു ഐഡിയ വരുന്നത്. ഒരാൾ മരിച്ച് അടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചുടുകാട്ടിൽ പോയിട്ട് ആ ബോഡി മാറ്റിയിട്ട് അതിന് പകരം ഈ ബോഡിയും കൂടെ ആ ബോഡിയുടെ കൂടെ ചേർത്ത് നമുക്ക് അടക്കാം. അതാണ് വഴി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചുടുകാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴോ ഗോസ്റ്റിനെ കണ്ട് ഇവർ പേടിക്കുകയാണ്. 2 ഗോസ്റ്റുകൾ. അതെന്താണെന്ന് നോക്കുമ്പോഴോ അവിടെ രാത്രി വന്ന് അവർ പ്രേതത്തെ പോലെ അഭിനയിക്കുകയാണ്. ഫോട്ടോഷൂട്ട് നടത്തുകയായിരുന്നു. എടാ പാവികളെ, ഇവിടെ പോലെ നിങ്ങൾ എനിക്ക് സമാധാനം തരത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവിടുന്ന് പോകുന്നു. അവർ ആ കുഴി എടുത്തിട്ട് ആ പ്രായമായ അയാളെ അതിനകത്തോട്ട് ഇടുകയായിരുന്നു. പെട്ടെന്ന് തന്നെ കൈ സ്ലിപ്പായി. പെട്ടെന്ന് അയാളുടെ മേത്ത് ഒരു ടാച്ച് കുത്തിയേക്കുന്ന പാട് കാണുകയാണ് കണ്ടിട്ട്. അയാളുടെ കയ്യിലും ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു ടാച്ച് കുത്തിയേക്കുന്നത്. ഇയാളുടെ അച്ഛനും ഇതുപോലെ തന്നെ ടാച്ച് കുത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടക്ടറിൻ്റെ അച്ഛനെ കാണാതെ പോയിട്ട് വർഷങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെൻ്റെ സ്വന്തം അച്ഛനാണ്. അച്ഛനായിട്ട് ഞാൻ ഇതുവരെയായിട്ടും അറിഞ്ഞില്ല. ബസ്സിൽ മരിച്ചു കിടന്നതും എൻ്റെ അച്ഛനായിരുന്നു. ടാച്ച് കുത്തിയത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സങ്കടപ്പെട്ട് കരയുകയാണ്. ഇത് കാണുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നീ ഇത് സമാധാനപ്പെട്, എന്തായാലും ഇങ്ങനെ സംഭവിച്ചു പോയി. കണ്ടക്ടർ പറയുകയാണ്, ഇവിടെ എൻ്റെ അച്ഛനെ അടക്കാൻ പാടില്ല. കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ അച്ഛനെ എനിക്ക് തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ചടങ്ങുകളൊക്കെ നടത്തി വേണം അച്ഛനെ അടക്കാനായിട്ട്. ഇത് കേൾക്കുമ്പോൾ അവർ ഞെട്ടിപ്പോവുകയാണ്. ആ കില്ലർ വിചാരിക്കുകയാണ്, ആ അപ്പച്ചനെ ബോഡി എടുത്തതിന് ശേഷം വായിൽ പഴം കുത്തി വെച്ചതിന് ശേഷം ഞാനാ കൊന്നതെന്ന് എല്ലാവരെയും അറിയിക്കാനിരിക്കുമായിരുന്നു. അതിനു മുമ്പ് തന്നെ ഇവൻ നാട്ടിൽ കൊണ്ടുപോയി ഇയാളെ ബോഡി കത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ബനാന കില്ലർ ആണെങ്കിൽ ഭയങ്കരമായി ടെൻഷൻ
ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഡ്രൈവർ പറയുകയാണ്, എന്നാൽ നിന്റെ അച്ഛനെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി കത്തിക്കാം, അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ കയറ്റുകയാണ്. എന്നാലോ ആ ബനാന കില്ലറിനാണെങ്കിൽ ദേഷ്യം വരികയാണ്. പെട്ടെന്ന് തന്നെ മര്യാദയ്ക്ക് ഇയാളുടെ ബോഡി എനിക്ക് തന്നു, ഞാൻ എവിടെയെങ്കിലും പോയി കുഴിച്ചിട്ട് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ്. പക്ഷെ അവർ വലിയ കാര്യമാക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ആ കില്ലർ പറയുകയാണ്, ഞാനാണ് ഈ നാട്ടിലെ എല്ലാ കൊലപാതകവും ചെയ്ത ബനാന കില്ലർ എന്ന് പറയണം. അപ്പോഴാണ് എല്ലാവരും പേടിക്കുന്നത്. ഇത്രയും നേരവും നമ്മൾ നിന്നത് ഈ കില്ലറിൻ്റെ കൂടെയാണല്ലോ എന്നോർത്ത് ഹീറോയും അവിടെയുള്ളവരെല്ലാവരും ഞെട്ടുകയാണ്. എങ്ങനെ രക്ഷപ്പെടണമെന്ന് വിചാരിക്കുമ്പോൾ ആ സമയമാണ് സ്കൂൾ ബസ് അങ്ങോട്ടേക്ക് വരുന്നത്. അവിടെയുള്ള പിള്ളേരെല്ലാവരും കൂടി ആ ബസ്സിലേക്ക് കയറുകയാണ്. എന്നാലോ ഈ കില്ലറാണെങ്കിലോ ടീച്ചറായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഈ പിള്ളേരെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ അവൻ അടങ്ങുകയാണ്. അപ്പോൾ പിള്ളേർ ചോദിക്കുകയാണ്, സാറേ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാമോ എന്ന്. അപ്പോൾ കില്ലർ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വണ്ടിയിലെ ഡ്രൈവർ, കണ്ടക്ടർ, ഹീറോയിനി എന്നിവരെല്ലാം കൊല്ലാൻ പോകുന്ന പോലത്തെ കഥകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിനുശേഷം ആ വില്ലനാണെങ്കിൽ അവരെ കൊല്ലുവാനായി വരികയാണ്. ആ സമയത്താണ് പെട്ടെന്ന് തന്നെ അവിടേക്ക് പോലീസുകാർ വരുന്നത്. പോലീസുകാരനാണ് ഹീറോയോട് ചോദിക്കുകയാണ്, ഈ പ്രായമുള്ള ആളെ കണ്ടിട്ടുണ്ടോ എന്ന്. എന്നാൽ അവൻ പറയാണ്, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസ് അങ്ങോട്ട് പോവാണ്. ആ സമയത്താണെങ്കിലോ വില്ലനാണെങ്കിലോ അയാളുടെ ബോഡി എടുത്തുകൊണ്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുകയാണ്. ഡ്രൈവർ പറയുവാണ്, ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പോലീസിനോട് പറയാമെന്ന്. അപ്പോൾ ഹീറോ പറയാണ്, അതിനു മുമ്പ് തന്നെ ആ വില്ലനെ കണ്ടുപിടിക്കണം. അയാൾ ഇട്ടേക്കുന്ന ജാക്കറ്റ് ഉണ്ടല്ലോ, അതിലാണ് എൻ്റെ ഫോട്ടോയും ഫോൺ നമ്പറും എല്ലാം എഴുതിയ ജാക്കറ്റാണ്. അതുകൊണ്ട് തന്നെ അവനെ എങ്ങനെയും കണ്ടുപിടിക്കണം. ആ ജാക്കറ്റ് വെച്ച് അയാളെ കുഴിച്ചിട്ട് കഴിഞ്ഞാലോ ഇവന്മാരെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യാൻ കാരണമാകും. സ്കൂൾ ബസ്സിൽ പോയ ആ പിള്ളേരുണ്ടല്ലോ, അവരെ ആണെങ്കിൽ പോലീസുകാർ വന്നിട്ട് ഈ പെരിയവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കുട്ടി പറയുന്നു, ഞാൻ ആ അപ്പച്ചനെ കണ്ടിരുന്നു, ആ ബസ്സിൽ വെച്ച് ഞാൻ കണ്ടിരുന്നു എന്നൊരു കുട്ടി പറയുകയാണ്. അവിടെ ഒരു ചേട്ടൻ ഇരുന്നില്ലേ, ആ ചേട്ടനായിരുന്നു ആ അപ്പച്ചനെ കൊണ്ടുപോയെന്ന് പറയുന്നത്. ഓഹോ, അപ്പോൾ അവനാണോ സീരിയൽ കില്ലർ? ഇത്രയും നാളും നമ്മൾ അന്വേഷിച്ചിരുന്ന സീരിയൽ കില്ലർ ഹീറോയാണെന്ന് കരുതി ആ പോലീസുകാർ അവനെ പിടിക്കാനായി അങ്ങോട്ടേക്ക് വരികയാണ്. ടിവിക്കകത്ത് വാർത്ത കൊടുക്കുകയാണ്, ഹീറോയുടെ ഫോട്ടോ വെച്ചിട്ട് ഹീറോയെ കിട്ടുന്നവർക്ക് 10 ലക്ഷം രൂപ സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. ഈ വാർത്ത കണ്ട ഹീറോയാണെങ്കിൽ സങ്കടം പറയാണ്, എൻ്റെ ജീവിതം ഇതോടെ തീർന്നു, നിങ്ങൾ ആരും എൻ്റെ കൂടെ വരണ്ട, നിങ്ങളെല്ലാം പോയി രക്ഷപ്പെട്ടു. ജെസ്സി നീങ്ങിപ്പോയിക്കോ, നീ ഈ കേസിൽ പെടില്ല, അതിന് പകരം ഞാൻ പെട്ടാലും വേണ്ടില്ല. ജെസ്സിക്ക് അപ്പോഴാണ് ഹീറോയുടെ സ്നേഹം മനസ്സിലാകുന്നത്. നിന്നെ ഒരിക്കലും ഞാൻ വിട്ടിട്ട് പോകില്ല. ഹീറോ പറയാണ്, നിങ്ങൾ എങ്ങനെയും രക്ഷപ്പെട്ടു പൊക്കോ, എന്തായാലും ഞാനാണെങ്കിൽ പോലീസിൽ കീഴടങ്ങാൻ പോകുകയാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോഴാണ് ആ ചുടുകാറ്റിൽ ഫോട്ടോഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് ഡ്രോൺ ഉപയോഗിക്കുന്നത് കണ്ടു. അപ്പോൾ ഹീറോയ്ക്ക് ഒരു ഐഡിയ കിട്ടി, ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ വില്ലനെ കണ്ടുപിടിക്കണം. ആ ഡ്രോൺ നോക്കിക്കൊണ്ട് ആ വില്ലൻ എങ്ങോട്ടാ പോയെന്ന് നോക്കുമ്പോഴോ അവിടെ അടുത്തായിട്ട് കുറെ വേസ്റ്റുകളൊക്കെ കിടക്കുന്ന സ്ഥലത്താണ് അദ്ദേഹത്തെ കുഴിച്ചിടുവാനായി നോക്കുകയാണ്. ഹീറോയാണെങ്കിൽ ഓടി വരികയാണ്, നിന്നെ ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. എന്നാലോ ആ വില്ലനാണെങ്കിലോ ആ മരിച്ചുപോയ ആ ബോഡിക്കകത്ത് വായിക്കകത്ത് പഴം കുത്തിക്കയറ്റുകയും വെക്കുകയായിരുന്നു. ഹീറോ വില്ലനുമായി അടി നടക്കുകയാണ്. എന്നാൽ വില്ലനാണ് ഹീറോയെ അടിച്ച് ശരിയാക്കുകയാണ്. ആ സമയത്ത് ബസ് ഡ്രൈവറും കണ്ടക്ടറും അവിടെ ഉള്ളവരെല്ലാവരും കൂടി ഓടി വന്ന് അവനെ രക്ഷിക്കുകയാണ്. ഹീറോയുടെ ഇരുന്ന് ആ പെപ്പർ സ്പ്രേ അടിക്കുകയാണ് വില്ലന്റെ മുഖത്തേക്ക്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ നേരെ താഴേക്ക് വീഴുകയാണ്. കണ്ടക്ടർ അച്ഛൻ്റെ ബോഡി അവിടെ വെച്ച് തന്നെ കത്തിക്കുകയാണ്. അവിടേക്ക് പോലീസ് വരികയും ആ ബനാന കില്ലറിനെ പിടിക്കുകയും ചെയ്യുവാണ്. ഹീറോയാണെങ്കിൽ ആ കില്ലറിൻ്റെ കാര്യമെല്ലാം പോലീസുകാരോട് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ സൈക്കോ കില്ലറെ പോലീസ് പിടിക്കുകയാണ്. ഇതോടെ ഈ കഥ ഇവിടെ തീരുകയാണ്. പിന്നെ ഈ കഥ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ നല്ലൊരു കഥയായിട്ട് വരാം. ബൈ.